അങ്ങനെ ഒളിച്ചോടി പോയ അഖിൽ അണ്ണാടിയുടെ ഭാര്യയായിട്ടുള്ള മേഘ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങോട്ട്? വേറെ എങ്ങോട്ടല്ല, സ്വന്തം അച്ഛന്റെ വീട്ടിലേക്ക്. എന്താ രാമേന്ദ്ര പ്രശ്നം? മേഘ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കുറച്ച് ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഫോട്ടോസ് ഒക്കെ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഈ ഫോട്ടോ കൊടുത്ത ക്യാപ്ഷൻ നിങ്ങൾ നോക്കി, ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് എന്ന്. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കും. ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഞാൻ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല മക്കളെ, ഞാൻ ഇവിടെ എന്റെ അച്ഛന്റെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഇട്ടൊരു ഫോട്ടോ. അങ്ങനെ തന്നെ വേണം ഈ ഫോട്ടോസും അടിക്കുറിപ്പും കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ. അതിനു വേണ്ടി തന്നെ ഇട്ടൊരു ഫോട്ടോയാണിത്. കൗതുക ലേശം കൂടുതലാണ്. എന്തായാലും ഈ ഫോട്ടോസ് ഒക്കെ കണ്ട സമയത്ത് ഞാൻ ആദ്യം ചിന്തിച്ചത്, അപ്പൊ ഈ പെണ്ണ് ശരിക്കും ഒളിച്ചോടി പോയിട്ടില്ലേ? പക്ഷെ ഈ പെണ്ണ് നട്ടപ്പാതിരാക്ക് റോഡിലൂടെ ബാണ്ടിക്കെട്ടും തൂക്കി നടക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടതാണല്ലോ. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. അപ്പൊ അന്ന് അഖിലിന്റെ വീട്ടിൽ നിന്നും ആ ബാണ്ടക്കെട്ടും തൂക്കി പുള്ളിക്കാര് പോയത് അച്ഛന്റെ വീട്ടിലേക്കായിരിക്കും അല്ലെ? അങ്ങനെ ചിന്തിക്കുമ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പെണ്ണിന് സ്വന്തം അച്ഛന്റെ വീട്ടിലേക്ക് നട്ടപ്പാതിരാക്ക് തന്നെ പോകണമെന്നുണ്ടോ? നേരം വെളുത്തിട്ട് പകല് പോയാൽ പോരെ? ഇങ്ങനെ പലജാതി ചിന്തകൾ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മറിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ദിനേശ് വ്ലോഗ് എന്ന് പറയുന്ന ചാനൽ ഒരു വോയിസ് റെക്കോർഡ് പ്രത്യക്ഷപ്പെടുന്നത്. ആ വോയിസ് റെക്കോർഡ് എന്ന് പറയുന്നത് മറ്റാരുടെയും അല്ല, ഈ മേഘൻ അച്ഛന്റെ ഒരു ഫാമിലി ഫ്രണ്ടിന്റേതാണ്. കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്, അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് രണ്ട് അച്ഛന്മാരാണ്. ശരി, അതെങ്ങനെ ശരിയാക്കും? ഒരാൾക്ക് രണ്ടച്ഛന്മാരുണ്ടാവും, ഒരച്ഛനല്ലേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടുക. അഖിൽ അണ്ണാടിയുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല എങ്കിൽ അഖിൽ അണ്ണാടി അങ്ങോട്ട് ഡിവേഴ്സ് ചെയ്യായിരുന്നു. എന്നിട്ട് ആ ബസ് കണ്ടക്ടറെ കെട്ടിയെങ്കിൽ ജീവിക്കായിരുന്നു. അതിലൊരു അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്, മാന്യതയുണ്ട്. അല്ലാതെ എള്ളോളം തരി ടീംസിനെ പോലെ നട്ടപ്പാത്തിലേക്ക് ബാഗും തൂക്കി ഒളിച്ചോടുകയല്ല വേണ്ട. ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയിച്ചത് ഞാനാണ്. സന്തോഷായി, നല്ല സന്തോഷമായി. അതിനെത്തരം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു അവരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അത് പിന്നെ സ്വാഭാവികം. ഒരു പെണ്ണൊരു ചെക്കന്റെ കൂടെ ഒളിച്ചോടി വരുന്ന സമയത്ത് കോടതിയിൽ വെച്ച് ആര് കൂടെ പോകാനാണ് താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ പെണ്ണ് ഒളിച്ചോടി പോകുന്നവന്റെ കൂടെ പോകാനാണ് താല്പര്യം എന്നല്ലേ പറയുള്ളൂ. കഷ്ടായിപ്പോയി, വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്, സെൽഫ് കൺട്രോൾ. 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. അത് ശരി, അൺഹാപ്പി ആണെന്ന് കരുതി ഇങ്ങനെ ഒളിച്ചോടുകയാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാന്യമായി ഡിവേഴ്സ് ചെയ്ത് പോരണം ഹേ, അല്ലാതെ സ്വന്തം വീട്ടുകാരെയും കുടുംബക്കാരെയും നാറ്റിക്കുന്ന പരിപാടിയില്ല ചെയ്യേണ്ടത്. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ഇതിപ്പോ അൺഹാപ്പി ആയത് കാരണം ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇവളും നാറി, ഇവളുടെ കുടുംബവും നാറി, അഖിലും നാറി, എല്ലാരും നാറി. ഇനി നാറാൻ ആരും ബാക്കി. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ഞാൻ പോകുന്നു. ബൈ ബൈ.